നമ്മൾ കോഴിക്കോട്ടേക്ക് വരികയാണ്. അവിടെ മുണ്ടുപാലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇരിങ്ങല്ലൂർ സ്വദേശി ഷരീഖാണ് മരിച്ചത്. കൊലപാതകമെന്ന സംശയത്തെ തുടർന്ന് പന്തീരങ്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഈ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ്? എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? കൊലപാതകമാണെന്ന സംശയമാണോ ഉള്ളത്? സൈഫു, മുണ്ടുപാലത്താണ് 34കാരനായിട്ടുള്ള ഷെരീഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷെരീഖും സുഹൃത്ത് അഷ്റഫും ഈ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. 8 മാസമായി ഇവർ ഇവിടെയാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടയിൽ ഞായറാഴ്ച ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അക്രമം ഉണ്ടായിട്ടുണ്ട്. ആ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ മരണം എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. അഷ്റഫ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തുകയും താനാണ് ഷെരീഖിനെ കൊന്നത് എന്ന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് തല്ലിയിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മരിച്ചത് എന്നുള്ള ഒരു മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ശരീരത്തിൽ കാര്യമായ പാടുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും എന്താണ് ഈ മരണത്തിന് കാരണം എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പന്തീരങ്കാവ് പോലീസ് ഉള്ളത്. സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരൊക്കെ വളരെ ഞെട്ടലോട് കൂടെയാണ് ഈ സംഭവം അറിഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച ഇവർ തമ്മിൽ കയ്യേറ്റമുണ്ടാകുന്നു. പിന്നീട് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഇത് അറിയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി പന്തീരങ്കാവ് പോലീസാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. സൈഫു.